ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാഗം കിച്ചൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു നാടൻ ചിക്കൻ കറിയാണ്. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. കൈവച്ച് തിരുമ്മി കൊടുത്ത് നന്നായിട്ട് അതിൽ എല്ലാ മസാലകളും നന്നായിട്ട് മിക്സ് ആവണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം സവാള, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. സവാള നൈസായിട്ട് അരിഞ്ഞതാണ്. കറിവേപ്പിലയും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കനാണ്. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഉപ്പും കൂടി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മൾ നല്ലോണം ഒരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു ഇതുപോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ടേക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1.5 ടീസ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നമ്മൾ ചെയ്യണം. അതിനുശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. കുറച്ച് ആ ചൂടുവെള്ളത്തിൽ കിടന്നൊന്ന് വേവട്ടെ. കണ്ടോ, അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്താ ഒരു രസം! അടിപൊളി കളറിലാണ് വന്നേക്കുന്നത്. കണ്ടോ, അടിപൊളി കളറാണ്. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് ഇതിലേക്ക് നല്ല ആ ചിക്കനൊക്കെ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവുമ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ചാറ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്കർ വിസിൽ കേൾപ്പിച്ചെടുക്കണം. ഞാനൊരു 4 വിസിൽ കേട്ടു. 5 വിസിൽ ഇപ്പോൾ 5 വിസിൽ കേട്ടിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ട, അടിപൊളി ചിക്കനാണ്. ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റിയാണ്. നല്ല ചിക്കനിലൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അതിലേക്ക് നമുക്ക് മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. ട്രൈ ചെയ്യണം. എന്നിട്ട് എല്ലാവരും കമൻറ്റ്സ് അയക്കണം. ഞാൻ ഒരു പാത്രത്തിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.